വാട്ട് ഈസ് മോഷൻ? അപ്പോൾ ജോബി, നമ്മൾ മോഷനെ പറ്റി പഠിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ആൾക്കാർ മോഷനെ പറ്റി ആദ്യം ആലോചിക്കാൻ തുടങ്ങിയതെന്നറിയോ? ഇല്ല, അറിയില്ല. പണ്ട് ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ജ്യോതിഷന്മാരല്ല കേട്ടോ, ജ്യോതിശാസ്ത്രജ്ഞന്മാർ. മനസ്സിലായി. അസ്ട്രോളജേഴ്സ് അല്ല, അസ്ട്രോണമേഴ്സ്. അതെ, അസ്ട്രോണമേഴ്സ്. അപ്പോൾ പണ്ടത്തെ അസ്ട്രോണമേഴ്സിനെ അറിയണം എങ്ങനെയാണ് ഈ പ്ലാനറ്റ്സും സ്റ്റാർസും ഒക്കെ മൂവ് ചെയ്യണമെന്ന് അറിയണം. Astronomers of the time before Newton wanted to know how planets and stars moved. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ വസ്തു, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭൂമിയിലൊക്കെ ഇരിക്കുന്ന സാധാരണ വസ്തു എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്നായി അടുത്ത ചോദ്യം. ഹൗ ഡസ് എനി ബോഡി മൂവ് ഫോർ ദാറ്റ് മാറ്റർ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈ പ്ലാനറ്റ്സും സ്റ്റാർസൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു സാധാരണ വസ്തു എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പ്ലാനറ്റ്സും സ്റ്റാർസൊക്കെ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇതാദ്യം നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ മോഷൻ എന്നായി അടുത്ത ചോദ്യം. വാട്ട് ഈസ് മോഷൻ എനിവേ? ഇപ്പോൾ ജോബ് എടുത്ത് ചോദിക്കണമെന്ന് ചോദിക്കുക, എന്താണ് മോഷൻ? എന്താണ് മോഷൻ? ഒരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മോഷനാണെന്ന് പറയും. അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ എല്ലാവരും പറയുള്ളൂ. പക്ഷെ നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടി വ്യക്തമായിട്ട് മോഷൻ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ. അല്ല ജിതൻ, ആരാണ് ഈ താടിക്കാരൻ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇത് ഗലീലിയോ ആണ്. ഓ സോറി, ഗലീലിയോ വലിയ ആളായിരുന്നു അല്ലേ? പിന്നെ വലിയ ആളായിരുന്നു. അല്ല ജിതൻ, ഈ ഗലീലിയോൻ്റെ സമയത്തെ ടെലിസ്കോപ്പൊക്കെ ഉണ്ടായിരുന്നോ? ടെലിസ്കോപ്പ് ഏകദേശം ആ സമയത്താണ് കണ്ടുപിടിച്ചത്. ഗലീലിയോണ് അതിനെടുത്തിട്ട് ആകാശത്തിലേക്ക് പോയിന്റ് ചെയ്തിട്ട് സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയൊക്കെ നോക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അതെന്തിനാ ഉപയോഗിക്കേണ്ടായിരുന്നത്? ദൂരെയുള്ള പട്ടാളത്തിനെയോ ഇല്ലെങ്കിൽ വല്ല കപ്പലിനെ നോക്കാനായിരുന്നു ആൾക്കാരെ ഉപയോഗിക്കേണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ ഒരു കാർ ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് പോകണ കാണാം. കോഴിക്കോട് നിന്ന് ഒരു ഏകദേശം ഒരു 9 മണിക്ക് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 2 മണിയാകുമ്പോൾ തൃശ്ശൂർ എത്തണം മാതിരി. അപ്പോൾ ഇത് ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് മോഷൻ. അപ്പോൾ ജോബി പറഞ്ഞ മാതിരി ഒരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മോഷനാണെന്ന് പറയും. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ്, എന്താണ് ഇതിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ പൊസിഷനാണ്, അല്ല ഇതിൻ്റെ സ്ഥാനമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വെൻ ദ പൊസിഷൻ ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് ടൈം, ദ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ വ്യക്തമായ ഡെഫിനിഷൻ മോഷൻ്റെ. ഇതിൻ്റെ പൊസിഷൻ കോഴിക്കോട് നിന്ന് തുടങ്ങിയിട്ട് പാലക്കാട് എത്തി പിന്നെ തൃശ്ശൂർ വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു കുറച്ചും കൂടെ വ്യക്തമായ ഡെഫിനേഷൻ ഓഫ് മോഷൻ. ഇനി മോഷൻ വളരെ നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാവിടെയും മോഷനുണ്ട്. മോഷൻ ഈസ് എവ്രിവെയർ അല്ലേ? പലതരം എക്സാമ്പിൾസ് ഉണ്ട്. എന്താ പറയുക ചെറിയ സാധനങ്ങൾ മുതൽ വലിയ സാധനങ്ങൾ വരെ മൂവ് ചെയ്യുന്നുണ്ട്. പ്ലാനറ്റ്സും സ്റ്റാർസൊക്കെ വലിയ വലിയ സാധനങ്ങളല്ലേ. പിന്നെ ആറ്റംസ്, ഇലക്ട്രോൺസ്, ഇവിടെയൊക്കെ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ആറ്റംസും ഇലക്ട്രോൺസും പ്രോട്ടോൺസും എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചെറുതെന്ന് വലുത് വരെ, അല്ലെങ്കിൽ വലുതെന്ന് ചെറുത് വരെ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവിടെയും ഉണ്ട് മോഷൻ. അല്ല ജിതൻ, നമ്മൾ ഈ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങണതേ ഇതുകൊണ്ടാണോ? മോഷൻ എല്ലാവിടെയും ഉള്ളത് കൊണ്ടാണോ? നമ്മൾ വേറെ ബ്രാഞ്ചസ് ഒന്നും കൊണ്ട് തുടങ്ങാതെ ഇത് വെച്ച് തുടങ്ങണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ മോഷൻ എന്ന് പറയുന്നത് മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മോഷൻ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്സ് വെച്ചിട്ടാണ് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ മെക്കാനിക്സിൽ പഠിക്കുന്ന കുറേ കോൺസെപ്റ്റ്സ് നമുക്ക് മറ്റുള്ള ബ്രാഞ്ചസിലും ആവശ്യം വരും. ഫോഴ്സ്, വെലോസിറ്റി, ആക്സലറേഷൻ, എനർജി എന്നുള്ള ഈ ആശയങ്ങളുണ്ടല്ലോ, ഈ സബ്ജക്റ്റിലാണ്, മെക്കാനിക്സിലാണ് നമ്മൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ അതിൻ്റെ മറ്റേ സബ്ജക്ട്സിലും മറ്റേ ബ്രാഞ്ചസിലും ആവശ്യം വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം എടുക്കണമെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഇലക്ട്രിക് ചാർജിൻ്റെ മേലെ എന്താണ് ഫോഴ്സ്, എന്താണ് അതിൻ്റെ എനർജി എന്നുള്ള ചോദ്യമൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്താണ് ഫോഴ്സ്, എന്താണ് എനർജി എന്നൊക്കെ അറിയണ്ടേ. പിന്നെ നമ്മളിപ്പോൾ
സൗണ്ടിനെ പറ്റി പഠിക്കണമെന്ന് വയ്ക്കുക. അപ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി എന്താണെന്ന് ഒരു ചോദ്യം വരും. അപ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാലേ സൗണ്ടിൻ്റെ വെലോസിറ്റിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഹീറ്റിനെ പറ്റി പഠിക്കണമെന്ന് വയ്ക്കുക. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സാധനം ഒരു തരം എനർജി ട്രാൻസ്ഫറാണ്. അപ്പോൾ നമുക്ക് എനർജി എന്താണെന്ന് അറിയണം. അപ്പോൾ അതേമാതിരി ഈ മെക്കാനിക്സിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഫണ്ടമെൻ്റലാണ്. ഇതൊക്കെ മറ്റുള്ള ബ്രാഞ്ചസിലും ഫിസിക്സിൻ്റെ മറ്റുള്ള ബ്രാഞ്ചസിലും വരും. അല്ലാത്ത ഇത് ഈ ഫോഴ്സും എന്താ പറയുക എനർജിയും വരാത്ത ബ്രാഞ്ചസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ റേ ഡയഗ്രാം ജോമെട്രിക്കൽ ഓപ്റ്റിക്സ് ഒക്കെ പഠിക്കണം വയ്ക്കുക. അപ്പോൾ നമ്മളവിടെ കുറേ റേ ഡയഗ്രാമൊക്കെ വരച്ചിട്ട് ലെൻസും മിറേഴ്സൊക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ അവിടെ ഈ ഫോഴ്സും എന്താ എനർജിയൊന്നും വരുന്നില്ല. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ ബാക്കി എല്ലാ ബ്രാഞ്ചസിലും ഈ മെക്കാനിക്സിൽ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് വരും. അതുകൊണ്ടാണ് നമ്മൾ മെക്കാനിക്സ് വെച്ചിട്ട് തുടങ്ങുന്നത്. മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മോഷൻ. അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇതൊരു കാര്യം തന്നെയാണ്. നമ്മൾ മോഷൻ എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേച്ചർ പ്രകൃതിനെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോഴേ ആദ്യം കാണുന്ന ഈ സാധനം ഈ മോഷൻ ചുറ്റുവട്ടത്ത് എല്ലാം അനങ്ങണൊക്കെ കാണുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാനാണ് നമുക്ക് ആദ്യം തോന്നുക. അല്ല ജിതൻ, എന്തുകൊണ്ടാണ് ഒന്നും തന്നെ നത്തിങ് അറൗണ്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ നിശ്ചലമായിട്ടില്ല എന്നോ? അതെ. ഇപ്പോൾ ഞാനും ജിത്തിനൊക്കെ നിശ്ചലമായിട്ടല്ലേ ഇരിക്കണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ടേബിള് സ്റ്റാറ്റിക് അല്ലേ? പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? ജോബി, ഞാനും ജോബിയും ഈ ടേബിളൊക്കെ ഉണ്ടല്ലോ, നമ്മളതിനെ നല്ല നമുക്ക് മോളിക്യൂൾസിനെയും ആറ്റംസിനെയൊക്കെ കാണാൻ പറ്റുന്ന കണ്ണുകളുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ കണ്ണുകൾ വെച്ച് നോക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ മോളിക്യൂൾസും ആറ്റംസൊക്കെ അനങ്ങാതിരിക്കുകയല്ല, നല്ല ഭയങ്കരമായിട്ട് വിഗ്രസ് ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു ആറ്റവും മോളിക്യൂളും അനങ്ങാതിരിക്കില്ല. എല്ലാം ചുമരിലത്തെയും നിലത്തിലത്തെയും എല്ലാം ഒരൊറ്റ ആറ്റവും മോളിക്യൂളും അനങ്ങാതിരിക്കില്ല. അത് ശരി. എപ്പോഴാണ് അപ്പോൾ ഈ വൈബ്രേഷനൊക്കെ എപ്പോഴാണ് നിൽക്കുക? അതൊക്കെ നിൽക്കണമെങ്കിൽ നമ്മളെ തണുപ്പിച്ച് അബ്സല്യൂട്ട് സീറോയിലേക്ക് കൊണ്ടുവരണം. അതായത് ഏകദേശം -273 സെൽഷ്യസ്, ഏകദേശം കേട്ടോ, -273 സെൽഷ്യസിലേക്ക് കൊണ്ടുവന്ന ഈ മോഷനൊക്കെ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആവുമെന്നാണ് ഫിസിക്സ് പറയണത്. എന്നാലും കൂടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവില്ല എന്നാണ് വേറൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് പറയണത്. അതെന്ത് ബ്രാഞ്ചാണത്? അത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷേ ഒരു അഡ്വാൻസ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം അബ്സല്യൂട്ട് സീറോ -273 സെൽഷ്യസിലും കൂടി മോഷൻ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കില്ല എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം നമുക്കതൊന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ മോഷൻ പഠിക്കാൻ തുടങ്ങുമ്പോഴേ റെക്റ്റിലീനിയർ മോഷൻ വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുക. റെക്റ്റിലീനിയർ മോഷൻ ഇത്രയേ ഉള്ളൂ. റെക്റ്റിലീനിയർ മോഷൻ ഈസ് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, നേർവരയിൽ കൂടിയുള്ള മോഷൻ. അതെന്താ ഇത് വെച്ച് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും എളുപ്പം. റെക്റ്റിലീനിയർ മോഷൻ ഈസ് സിംപ്ലസ്റ്റ് മോഷൻ ടു സ്റ്റഡി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റെക്റ്റിലീനിയർ മോഷനിലാണ് നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ്സും ഇക്വേഷൻസൊക്കെ നമ്മൾ പഠിക്കാൻ പോണത്. ഇതേ കോൺസെപ്റ്റ്സും ഇതേ ഇക്വേഷൻസും സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത വഴിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിപ്പോൾ ഒരു വരയുണ്ടെന്നൊക്കെ, നേർവഴി, ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്കൊരു വസ്തു ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വസ്തുവിനെ വെച്ചിട്ടാണ് നമ്മൾ മോഷൻ്റെ ഇക്വേഷൻസും കോൺസെപ്റ്റ്സും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതേ വസ്തു ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ പോകണമെന്ന് വയ്ക്കുക. അതെങ്ങനെ ഒരു വളഞ്ഞ വഴി കൂടെ പോകണമെന്ന് വയ്ക്കുക. ഇത് റെക്റ്റിലീനിയർ മോഷൻ അല്ല. ഇതെങ്ങനെ പോകണമെന്ന് വയ്ക്കുക. ഈ റോഡ് കൂടി, ഇങ്ങനെ വളഞ്ഞ റോഡ് കൂടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അറിയോ? നമ്മൾ ഈ വളഞ്ഞ വഴീനെ ഇങ്ങനെ മുറിച്ചിട്ട് കുറേ
സ്ട്രെയിറ്റ് ലൈൻ വഴികളാക്കി മാറ്റും. കുറേ സ്ട്രെയിറ്റ് ലൈൻ വഴികളാക്കി മാറ്റും. ഇതിൻ്റെ ഓരോ കഷ്ണവും ഞാൻ മുറിച്ചിരിക്കുന്നതിനേക്കാട്ടിലും ചെറുതായിട്ട് മുറിക്കും കേട്ടോ. ഓരോ കഷ്ണവും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവുന്ന വിധം മുറിക്കും. അപ്പോൾ നമുക്ക് ഈ ഓരോ ചെറിയ ഈ മുറിച്ച കഷ്ണത്തിലുണ്ടല്ലോ, ആ കഷ്ണത്തിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ച മോഷൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മൊത്തം വഴിക്ക് എങ്ങനെ മോഷൻ വരിക എന്നും പഠിക്കാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോൺ റെക്റ്റിലിനിയർ കേസിൽ നമ്മൾ ഈ ഇതിൽ പഠിച്ചിരിക്കുന്ന റെക്റ്റിലിനിയർ കേസിൽ പഠിക്കുന്ന ഇക്വേഷൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അല്ല ജിതിൻ, ഈ റെക്റ്റിലിനിയർ മോഷനും വൺ ഡയമെൻഷണൽ മോഷനും ഒന്നാണ്? അതൊരു തിരക്കിട്ടില്ലാത്ത ചോദ്യമാണ് കേട്ടോ ജോബി. റെക്റ്റിലിനിയർ മോഷൻ വൺ ഡയമെൻഷണൽ മോഷനാണ് കേട്ടോ. റെക്റ്റിലിനിയർ മോഷൻ rectilinear motion is a one-dimensional, ഞാൻ വെറുതെ DI എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, വൺ ഡയമെൻഷണൽ മോഷൻ. പക്ഷേ എല്ലാ വൺ ഡയമെൻഷണൽ മോഷനും റെക്റ്റിലിനിയർ മോഷൻ ആയിരിക്കണമെന്നില്ല. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മൾ ഈ ബോഡിയുടെ പൊസിഷൻ ഈ റോഡ് കൂടി മെഷർ ചെയ്യണമെന്ന് വയ്ക്കുക. അതായത് ഈ റോഡിൽ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് റോഡിൽ കൂടി എത്ര ദൂരം പോയി നമ്മൾ മെഷർ ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു, അതായത് ഇവിടുന്ന് ഇങ്ങനെ ടേപ്പ് വെച്ച് വളഞ്ഞ ടേപ്പ് വെച്ചിട്ടേ നമ്മളിങ്ങനെ പോവുക. അപ്പോൾ ഈ ഒരു ദൂരം ഉണ്ടല്ലോ, ഈ ഒരു ദൂരം നമുക്ക് എല്ലാം എന്ന് വയ്ക്കാം. ഈ വളഞ്ഞ വഴി കൂടി മെഷർ ചെയ്യുന്ന ദൂരം എല്ലാം എന്ന് വയ്ക്കാം. അപ്പം നമുക്ക് ഈ സാധനം, അതായത് ഈ വസ്തു ഈ റോഡ് കൂടി എത്ര ദൂരം പോയി അത് എല്ലാണ്. ഈ റോഡ് കൂടി എന്താണ് അതിൻ്റെ സ്പീഡ്, ഈ റോഡ് കൂടി എന്താണ് അതിൻ്റെ ആക്സലറേഷൻ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മോഷനും വൺ ഡയമെൻഷണൽ മോഷനാണ്. വൺ ഡയമെൻഷണൽ മോഷൻ ഒരു വൺ ഡയമെൻഷണൽ മോഷൻ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റി, ഒരു സംഖ്യ വെച്ചിട്ട് ആ മോഷനെ പറ്റി എല്ലാം പറയാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഈ ഒരു റെക്റ്റിലിനിയർ മോഷനിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വയ്ക്കുക. ഇതാണ് 0. ഓക്കെ, 0. അപ്പോൾ അവിടുന്ന് ഇത് വരെ അത് എക്സ് ദൂരം പോയിട്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഈ എക്സ് വെച്ചിട്ട് ഈ എക്സ് മാറിക്കൊണ്ടിരിക്കും, ഇത് പൂന്തോറും എക്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ് എന്നുള്ള സംഖ്യ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാം, ഈ മോഷൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാം. വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യയിലുള്ളൂ, ഒറ്റ ക്വാണ്ടിറ്റി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ റോഡ് കൂടി എത്ര ദൂരം പോയി, ഈ റോഡ് കൂടി എന്താ അതിൻ്റെ സ്പീഡ്. റോഡ് കൂടി ഇവിടെ ചെറിയ സ്പീഡായിരിക്കും, ഇവിടെ നല്ല സ്പീഡ് വന്ന് പിന്നെയും ഇവിടെ സ്ലോ ആയി, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഈ ഞാൻ പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ ഇതിന് ഉത്തരം കൊടുക്കാൻ ഈ എല്ല് മതി, ഈ റോഡ് കൂടി മെഷർ ചെയ്യുന്ന നീളം മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതും ഒരു വൺ ഡയമെൻഷണൽ മോഷനാണ്. പക്ഷേ ഇത് റെക്റ്റിലിനിയർ മോഷനല്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിൽ വേറെ ചോദ്യങ്ങളും ചോദിക്കാം. കാരണം ഇത് സ്ട്രെയിറ്റ് റോഡല്ല, വളഞ്ഞ റോഡാണ്. അപ്പോൾ ഈ റോഡ് കൂടിയുള്ള ദൂരവും റോഡ് കൂടിയുള്ള സ്പീഡിന് പുറമേ വേറെ സ്പീഡും വേറെ ആക്സലേഷനൊക്കെ ഇതിനുണ്ട്. കാരണം ഇത് വളവുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എല്ല് മാത്രം പോരാ അതൊക്കെ പറയാൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വൺ ഡയമെൻഷണൽ മോഷനല്ല. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ? ഉണ്ട്. നമുക്ക് സർക്കുലർ മോഷനൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ പഠിക്കണം. അപ്പോൾ സർക്കുലർ മോഷൻ ഒരു വൺ ഡയമെൻഷണൽ മോഷൻ അല്ല. അവിടെ വളഞ്ഞ റോഡാണല്ലോ. ഒരു സർക്കുലർ ട്രാക്ക് കൂടെ പോകുമ്പോൾ അതൊരു വളഞ്ഞ ട്രാക്കാണല്ലോ. അപ്പോൾ അവിടെ ഈ സർക്കിളിൽ കൂടി മെഷർ ചെയ്യുന്ന ദൂരം മാത്രം പോരാ. ഇത് എല്ലെന്ന് പറഞ്ഞാൽ മതി, ആ സർക്കിളിൻ്റെ ലെങ്ത് കൂടി മെഷർ ചെയ്യുന്ന ദൂരം മാത്രം പോരാ നമുക്ക് ആ മോഷനെ പറ്റി എല്ലാം പറയാൻ. അപ്പോൾ അതൊരു വൺ ഡയമെൻഷണൽ മോഷനല്ല. ഇവിടെയും ഞാൻ പറഞ്ഞ മാതിരി
ഇതല്ല എനിക്ക് ഈ റോഡിൽ കൂടെ പോണ സ്പീഡ് മാത്രം പോരാ, റോഡിൽ കൂടെ പോണ ദൂരം മാത്രം പോരാ, എനിക്ക് ഈ വളവിനെയും വളവ് കൊണ്ട് വേറെ വല്ല സ്പീഡൊക്കെ വരുന്നുണ്ടോ അതൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ ഇത് വൺ ഡയമെൻഷണൽ മോഷൻ ആവാതെ വരും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾ ജോബിക്ക് വേറെ ഒന്നും വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ആ മോഷനെ പറ്റി എല്ലാം പറയാൻ പറ്റണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ടൈമോ? ടൈം അതൊരു ഫിസിക്കൽ ഡയമെൻഷൻ അല്ലല്ലോ. ഓക്കെ, ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ടൈമും സ്പേസും ഒക്കെ ഒരുമിച്ച് കണക്കാക്കണം, അതൊക്കെ സിമിലറാണ്. ഓക്കെ, സ്പേസ് ടൈം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് കിടക്കില്ല. ഇപ്പോഴത്തെ നമ്മുടെ കൺസിഡറേഷൻ പ്രകാരം ടൈം വേറെ, ഫിസിക്കൽ ഡയമെൻഷൻസ് വേറെ. ഇപ്പോൾ ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റും ടൈമൊക്കെ വേറെ വേറെയാണ്. ലെങ്ത്തും ബ്രെത്തും ഹൈറ്റും ഒക്കെ ഫിസിക്കൽ ഡയമെൻഷൻസാണ്. ഓക്കെ, ഇപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്പേഷ്യൽ ഡയമെൻഷൻസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് ടൈമിനെ പറ്റിയിട്ടല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സാധനം വൺ ഡയമെൻഷണൽ മോഷനാണ്. ഇതും ഈ ലെങ്ത് മാത്രം, ഈ റോഡിൽ കൂടെ പോണ ലെങ്ത് ദൂരം മാത്രം, അല്ല റോഡിൽ കൂടെ പോണ ദൂരം മാത്രം മതി, റോഡിൽ കൂടെ പോണ സ്പീഡ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇതും വൺ ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് പറയാൻ പറ്റുന്ന മോഷനെയാണ് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ, മോഷൻ്റെ ഇൻട്രഡക്ഷൻ്റെ അടുത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.